നമ്മുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അത് ഓൾറെഡി നമ്മുടെ ചൈൽഡ്ഹുഡിനെ ബേസ് ചെയ്തിട്ടാണ്. ചൈൽഡ്ഹുഡിൽ നമ്മളുടെ പാരൻസ് നമ്മളുടെ അടുത്ത് ഏത് ടൈപ്പ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലായിരുന്നോ ഉണ്ടായിരുന്നത് അതേ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലായിരിക്കും നമ്മൾ നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത് ബിഹേവ് ചെയ്യുക. സൈക്കോളജിയിൽ ഇതിനൊരു വളരെ ബ്രോഡായിട്ടുള്ള സ്റ്റഡി ഉണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. 4 ടൈപ്പ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണുള്ളത്. ആദ്യത്തെ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ്. ചെറുപ്പത്തിൽ പാരൻറ്റ്, അച്ഛനും അമ്മയും ആ കുട്ടിയുടെ അടുത്ത് വളരെ സെക്യൂർ ആയിട്ടാണ് ബിഹേവ് ചെയ്തത്. ആ കുട്ടിയുടെ ഓരോ നീഡും കുട്ടി പ്രകടിപ്പിക്കുന്ന സമയത്ത് വളരെ കാമായിട്ട് ആ നീഡെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് പോകുന്ന പാരൻ്റ് ആണെന്ന് സങ്കല്പിക്കുക. അതൊരു സെക്യൂർ അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. നമ്മുടെ ടോട്ടൽ പോപ്പുലേഷനിൽ 50% സെക്യൂർ അറ്റാച്ച്മെൻ്റ് ആണ്. പകുതിയോളം ആൾക്കാർ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന ഈ രീതിയിലാണ്. അപ്പോൾ ആ കുട്ടി പാരൻറ്റുമായിട്ടൊരു സെക്യൂർ അറ്റാച്ച്മെൻറ്റ് കണക്ഷൻ വന്നു. അപ്പോൾ പാരൻറ്റ് കുട്ടിയുടെ അടുത്ത് നിന്ന് വിട്ടു പോകുന്ന സമയത്ത് അവർക്ക് വിഷമം തോന്നുമെങ്കിലും പാരൻറ്റ് തിരിച്ചു വരുമ്പോൾ ഹാപ്പി ആവും. ഇവർ റിലേഷൻഷിപ്പിൽ വളരെ നല്ല ആൾക്കാരായിരിക്കും. ഭാവിയിൽ വളർന്നു വരുന്ന കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലും സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആയിരിക്കും റിലേഷൻഷിപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു കപ്പിൾ, ഒരു ലേഡി വീട്ടിലിരിക്കുന്നുണ്ട്, ആ ലേഡിയുടെ ഭർത്താവ് ജോലി കഴിഞ്ഞ് തിരിച്ചു വരിക എന്ന് വിചാരിക്കുക. ഒരു 10-15 മിനിറ്റ് ലേറ്റായി നോർമൽ ടൈമെന്ന്. അപ്പോൾ അവർ മനസ്സിൽ ചിന്തിക്കുക, ഓക്കെ ട്രാഫിക് ബ്ലോക്ക് എന്തെങ്കിലും ആയിരിക്കും, ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയിട്ടുണ്ടാവും, ഞാൻ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട, വന്നോട്ടെ. ഇങ്ങനെ സെക്യൂർ ആയിട്ട് റിലേഷൻഷിപ്പിൽ ഒരു ട്രസ്റ്റും ഇൻറ്റിമസിയൊക്കെ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും സെക്യൂർ അറ്റാച്ച്മെൻറ്റ് കാറ്റഗറിയിലുള്ളത്.